നമസ്കാരം. നമസ്കാരം. വിശേഷം? നല്ല വിശേഷം. ഞങ്ങളൊന്ന് നിങ്ങളുടെ ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊന്ന് വിലയിരുത്തുക എന്നുള്ളത് സംബന്ധിച്ച് വന്നാണ്. അപ്പൊ നമുക്ക് ഇരിക്കണ്ട, നമുക്ക് പുറത്തേക്ക് നടക്കാം. നടന്നുകൊണ്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായി, അതായത് ഇപ്പൊ പൂർത്തീകരിക്കാൻ പോലെയുണ്ടോ നമ്മുടെ ഈ കാലാവധി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡിവിഷന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? 90% നമ്മുടെ ഡിവിഷനിലെ വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം. അതിലൊരു ഉദാഹരണം ഈ റോഡ് തന്നെ. നമ്മളെ ഈ റോഡുകൾ ഈ എല്ലാം BMBC ചെയ്ത്, മെയിൻ റോഡുകളെല്ലാം BMBC ചെയ്ത്, പ്രധാന റോഡെല്ലാം BMBC ലെവലിലേക്ക് ചെയ്ത്. അതുപോലെ ഗവൺമെന്റ് സ്കൂള് നവീകരിച്ച് പൂർണ്ണമായിട്ടും എല്ലാം കേടുപാടുകൾ തീർത്ത് അവിടെ SC കമ്പ്യൂട്ടർ ലാബ് സ്ഥാപിച്ച്, ആരോഗ്യ മേഖലയിലാണെങ്കിൽ നമ്മളെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹോമിയോ ഡിസ്പെൻസറി അതൊക്കെ തുടങ്ങാൻ കഴിഞ്ഞ് അറ്റകുറ്റപ്പണിയാണ്. ഈ 4ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ വരുന്നതിനേക്കാൾ മുമ്പ്, അതായത് താങ്കളുടെ പ്രവേശനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരുപാട് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താവുന്നതാണ്. നമ്മളെ കമ്മ്യൂണിറ്റികൾ നവീകരണം, കമ്മ്യൂണിറ്റികളുടെ സൗകര്യം വർദ്ധിപ്പിച്ച്, അതുപോലെ ഈ ഹോമിയോ ഡിസ്പെൻസറിയുടെ വിഭാഗം മോശമായി കിടന്ന ഹോമിയോ ഡിസ്പെൻസറി ഇലക്ട്രിഫിക്കേഷനും അതിന്റെ മെയിൻ്റനൻസും നമുക്ക് പൂർത്തിയാക്കി. റോഡുകളെല്ലാം നമുക്ക് നേരിട്ട് കാണാവുന്ന റോഡുകളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഈ അംഗൻവാടികൾ പൂർണ്ണമായിട്ടും 13 അംഗൻവാടി ഡിവിഷനുണ്ട്. അതില് കുറച്ച് കൂടുതൽ ഡിവിഷൻ ഈ 13 അംഗൻവാടിയിലെ സ്വന്തം ബിൽഡിങ്ങാണ്. ഈ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പിള്ളേർക്ക് കളി സൗകര്യത്തിൽ കൂടി തന്നെ നവീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അംഗനവാടികള് താങ്കള് കൗൺസിലറായിട്ട് വരുമ്പോൾ ഇതാണല്ലേ കമ്മ്യൂണിറ്റികൾ, താങ്കള് ഈ കൗൺസിലറായിട്ട് വരുമ്പോൾ എത്ര അംഗനവാടികൾ കൂടെ സ്വന്തം കെട്ടിടമുണ്ടായിരുന്നു? സ്വന്തം കെട്ടിട 7 നേരത്തിനുണ്ടായിരുന്നത്. ആ 7 എപ്പോഴും നിലവിൽ സ്വന്തം കെട്ടിടത്തിൽ തന്നെയാണ് വർക്കുന്നത്. എന്നാൽ സ്ഥലപരിമിതി നമ്മുടെ ഡിവിഷനിലെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി ഈ ഹോമിയോ ഡിസ്പെൻസറി പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിൽ കുറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇലക്ട്രിഫിക്കേഷൻ പോലും വളരെയധികം മോശമായിട്ട് രീതിയിലായിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റി പെയിന്റ് ചെയ്ത് പൊട്ടിച്ച് മനോഹരമാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് രോഗികള് നല്ല ഡോക്ടറാണ്. മിനി ഡോക്ടറെ ശരിക്കും പറഞ്ഞാൽ നല്ല ഡോക്ടറാണ്. എല്ലാ ഭാഗത്തും എല്ലാ ഡിവിഷനിൽ നിന്നും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം ഹോമിയോ ഡോക്ടറെ കാണാൻ വേണ്ടി 4ാം ഡിവിഷനിലെ മറ്റു ഡിവിഷനിലുള്ളവരും ഒരുപാട് പേര് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഇവിടെ തന്നെ വന്ന് കഴിക്കുന്നത്. നല്ലൊരു രോഗിയുടെ എല്ലാ വിഷയങ്ങളും അറിഞ്ഞത് മരുന്ന് കൊടുക്കുന്ന ഡോക്ടറാണ്. അതുപോലെ ഈ അംഗനവാടി ഇതിപ്പോ ഒരു നേരത്തെ ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിന്റെ ഫ്രണ്ടിലേക്ക് CSM ഫണ്ട് ഉപയോഗിച്ചിട്ട് കളിസ്ഥാനങ്ങള്, അതുപോലെ കാർപ്പറ്റ് നിലത്ത് പിള്ളേർക്ക് വീണാ പോലും പരിക്ക് പറ്റാത്ത രീതിയിലുള്ള സംവിധാനം, ശാരീരികവുമായി ഉള്ള ഉല്ലാസം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അംഗനവാടി എനിക്ക് തോന്നുന്നത് ഒരു മികച്ച രീതിയിലുള്ള ഒരു അംഗനവാടിയാണ്. അംഗനവാടി ഇപ്പൊ ഇത് 7 അംഗനവാടികളും 7 അംഗനവാടികളും ഇതേ രീതിയിൽ സംവിധാനം തന്നെയാണ്. അപ്പുറത്തെ 2 അംഗനവാടി മുകളിൽ തന്നെയാണ് കളി. ഇവിടെ ഇതിപ്പോ 2 അംഗനവാടി 2 അംഗനവാടിയാണ്. 2 അംഗനവാടി നല്ല രീതിയിൽ അതിന്റെ അകത്തും LED TV അടക്കം സൗകര്യങ്ങളുണ്ട്. അത് ഇരിക്കട്ടെ. അപ്പൊ അത്രയും സൗകര്യങ്ങൾ നമുക്ക് ഈ അംഗനവാടികൾക്ക്, അതായത് അംഗനവാടി എന്ന് പറയുമ്പോ ഒരുപക്ഷെ കുട്ടികള് ചെറുപ്പം നമ്മളെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം, ആ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ മാനസിക ശാരീരിക ഉല്ലാസങ്ങൾ നൽകണം എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ്.
CSML ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് എല്ലാ വർഷവും വിദ്യാർത്ഥികളെ അവർക്ക് പ്രോത്സാഹനമായിട്ട് അവരെ യൂണിഫോം, ബാഗ്, മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അതെല്ലാം എല്ലാം സ്വന്തം നിലയിൽ അത് സ്വന്തം നിലയിലല്ല. എന്റെ ഡിവിഷനിൽ എവിടെ നിന്നെല്ലാം ഫണ്ട് കിട്ടാൻ പറഞ്ഞു അവരിൽ നിന്നെല്ലാം കണ്ടെത്തി ആ ഫണ്ട് അതായത് ഇവിടുന്ന് എന്തെല്ലാം ഫണ്ടുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആ ഫണ്ടുകൾ ഞാൻ ഉദ്ദേശിച്ച സ്വന്തം നിലയിൽ എന്ന് ഉദ്ദേശിച്ചത് പിന്നെ താങ്കള് ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ളത് സാധാരണക്കാരുടെ ആളാണെന്നുള്ള അറിയാം. ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് അഭ്യുദയകാംക്ഷികളിൽ നിന്ന് ഉൾപ്പെടെ തീർച്ചയായിട്ടും ശേഖരിച്ചുകൊണ്ട് ഒരുപാട് പേര് സഹായിക്കുന്നു. ഒരുപാട് പേര് സഹായിക്കും. എന്ത് ആവശ്യപ്പെട്ടുള്ള ആളുകൾ തരാൻ തയ്യാറായിട്ടുള്ള ഒരു സംവിധാനം വരുന്നത്. ഇപ്പൊ ഡിവിഷനിൽ ഈ അംഗൻവാടിയുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അത് പറഞ്ഞ് അത് ചെയ്തു തരും. CSR ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബാങ്ക് ബറോഡയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടെ വിതരണം ചെയ്ത് ഈ തവണ എല്ലാവർക്കും ബാഗ് കൊടുത്ത് 100 വിദ്യാർത്ഥികൾക്ക് ബാഗ് കൊടുത്ത് അപ്പൊ അങ്ങനെയുള്ള സംവിധാനമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. താങ്കളുടെ പിന്നെ ഡിവിഷനിലാണ് മട്ടാഞ്ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം അല്ലെങ്കിൽ എത്രമാത്രം ഇടപെടലുകൾ? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഹയർ സെക്കൻഡറി LKG മുതൽ ഹയർ സെക്കൻഡറി ഉള്ള വിദ്യാലയം സർക്കാർ വിദ്യാലയം ഉൾപ്പെടുന്ന GHS ഏറ്റവും പഴക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയം വർക്ക് ചെയ്യുന്നത്. അതുപോലെ അത് നമുക്കിപ്പോ നമ്മളേതായാലും ആ സ്കൂളിലേക്ക് പോകും. ആ സമയത്ത് നമുക്കത് സംബന്ധിച്ചൊരു വിശദീകരണം നടത്താം. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പരിമിതമായ ഒരു ഭൂമിശാസ്ത്രപരമായി തന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു ഡിവിഷനാണ്. ഇപ്പൊ പൊതുവിടം എന്ന് പറയാനായിട്ട് നമുക്ക് ആകെ ഉള്ളത് കരിപ്പാലം മൈതാനമാണ്. വേറൊരു പൊതുവിടം ഡിവിഷനിലില്ല. ഇത് പുതിയ ADS വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതിലേക്ക് കയറാൻ പറ്റും? ഇതിൽ കയറാം. പുതിയ ADS പഴയ ADS പൊതു ഹോളായതുകൊണ്ട് ഇത് ADS ഹോളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വർക്ക് ഏതാണ്ട് 90% കഴിഞ്ഞു. നമ്മുടെ ഈ സമയത്ത് ഈ കാലത്തിന് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അതിന്റെ ഒരു വർക്കുകൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് അല്ലെ? പത്ത് 150 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ വർക്ക് ഇപ്പൊ എന്തായാലും ഈ 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായിരുന്നു. പൊതുസഭ ഹോളായിരുന്നു. ADS ആയിട്ട് ഉണ്ടായിരുന്നില്ല. ആ പൊതുസഭ ഹോള് ഇന്ന് വനിതകൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർക്ക് യോഗ പരിശീലനം, സുംബ അവളുടെ സംവിധാനങ്ങൾ വൈകിട്ടങ്ങളിൽ ഇതിന്റെ അപ്പുറം ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് ഈ ഹോള് വരുമ്പോ ADS സ്വന്തമായി ഒരു ഹോളിലേക്ക് നമുക്ക് കടക്കാം. ഈ പരിമിതമായ പിന്നെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിഞ്ഞു? പരമാവധി എല്ലാ ഗ്യാപ്പിലും എല്ലാവർക്കും സൗകര്യത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉള്ള മേഖലകളിൽ ഇപ്പൊ അംഗൻവാടിയുടെ മുകളിലാണ് വളരെ കുറച്ച് സൗകര്യങ്ങളുള്ളൂ. എങ്കിൽ പോലും ആ ഗ്യാപ്പിലൊക്കെ സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഇക്ബാൽ സാംസ്കാരിക സമിതി നമ്മുടെ ഡിവിഷനില് നമ്മുടെ നഗരസഭയുടെ അധീനതയിലുള്ളതാണ്. എങ്കിലും കൗൺസിലർ എല്ലാം ചെയ്ത് കൊടുക്കുമെങ്കിലും കൗൺസിലറായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഒന്നും അറിയിക്കാറില്ല എന്നുള്ളതാണ് അവിടുത്തെ പരിപാടി. പറഞ്ഞപ്പോ നമ്മളത് പരാതി പറയുന്നില്ല. ഇതാണ് നമ്മുടെ അർബൻ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വെച്ചാണ്. അപ്പൊ നമ്മൾ ആ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നമുക്ക് സഹായിച്ചില്ല. അപ്പൊ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് 100ഓളം OP ദിവസവും നടക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ ഉച്ചക്ക് 12 മണിക്ക് 6 മണി ഡോക്ടർ ഉണ്ടാവും. ഇപ്പൊ സ്ഥിരമായിട്ട് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നത് അയാളുടെ സ്ഥലം മാറിപ്പോയതിന്റെ ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. അതുപോലെ ഈ ഇപ്പൊ താങ്കൾ കൗൺസിലറായി വന്നതിന് ശേഷമാണ് ഈ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേന
അംഗങ്ങളെയൊക്കെ ഈ ആദരിക്കുകയും അവർക്ക് ഇപ്പൊ ഈ ഓണത്തിനൊക്കെ പിന്നെ അവരൊരു സന്തോഷമുണ്ടോ നമ്മളൊരു എല്ലാ പരിപാടികളും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിവിഷനിൽ അംഗൻവാടി ജീവനക്കാർ 26 പേരുണ്ട്. അതുപോലെ 5 ആശാ വർക്കർമാരുണ്ട്. പിന്നെ ADS അംഗങ്ങൾ നമ്മളോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അത് നമ്മളൊക്കെ പാർട്ടിയുടെ പ്രവർത്തകർ. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വയോജനങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ വയോജനങ്ങൾക്ക് മുൻഗണന കൊടുത്ത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറാണ് താങ്കൾ എന്നതിന്റെ തെളിവായിരുന്നു. വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് പദ്ധതി നഗരസഭ നടപ്പാക്കിയപ്പോൾ ഏറ്റവും അധികം അപേക്ഷ നൽകിയതും അത് വാങ്ങിച്ചെടുക്കാൻ അത്രയും ആളുകൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അത് ലഭിക്കണമെന്നുള്ള വാശിയോടെ പ്രവർത്തിച്ചതും താങ്കളായിരുന്നു. അതിന്റെ പ്രയോജനം അവിടുത്തെ വയോജനങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. രണ്ടാമത് അതിനേക്കാൾ കൂടുതൽ അപേക്ഷ താങ്കൾ സമർപ്പിച്ച വേളയിലാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അതിനകത്ത് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഇന്നും മറ്റു വയോജനങ്ങൾ ആവശ്യപ്പെടാണ് കിറ്റ് കിട്ടും എന്നുള്ള ആവശ്യപ്പെട്ടിരിക്കുക. കാരണം നല്ലൊരു പോഷകാഹാര മൂല്യമുള്ള ഭക്ഷണങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാരെ ഏറ്റവും താഴെക്കടയുള്ള ആളാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് അത്തരത്തിലുള്ള ഭക്ഷണം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയും എല്ലാം തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു മനോഭാവം വരും. നല്ല സന്തോഷമായിരുന്നു അവർക്ക്. അത് പക്ഷെ നമുക്ക് എന്താ പറയാൻ പറ്റും, നമുക്ക് ചില 400ഓളം പേർക്ക് കൊടുത്ത ഡിവിഷനാണ്. രണ്ടാമത് ആവശ്യം 600 അപേക്ഷ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 600 അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് താങ്കൾ ഏറെ അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു നഗരസഭയുടെ. എനിക്കൊണ്ട് അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ ഒരു പൊതുവേദിയിൽ താങ്കൾ അഭിനന്ദിക്കുകയും ചെയ്തു. അത്രയും ആളുകളെ കണ്ടെത്തി അവരുടെ അപേക്ഷ സമർപ്പിക്കാൻ കാണിച്ച ആ ഒരു ഇടപെടലിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോ വട്ടാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലാണ് മതിലൊക്കെ കംപ്ലീറ്റ് വൈറ്റ് ചെയ്ത് ഇത് കാർട്ടൂൺ വരക്കാനുള്ള ഉദ്ദേശമുള്ളൂ. ഫുള്ളായിട്ട് കാർട്ടൂൺ ചിത്രങ്ങൾ അത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഫോണിന്റെ സാധിക്കാൻ കഴിയില്ല. സന്തോഷമുണ്ട്. ഒരു വിദ്യാഭ്യാസ കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി കൂടിയാണ് ഒരു കൗൺസിലർ എന്ന് പറയുമ്പോ. അതായത് താങ്കള് വരുമ്പോൾ ഇവിടെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു ലാബ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ ലാബ് വരുന്നത്. വന്നതിന് ശേഷം രണ്ടാമത്തെ ഫണ്ട് ഉപയോഗിച്ച് രണ്ടാമത്തെ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ സാധിച്ചത്. AC ആണ്, ഫുൾ AC ആണ്. 50ഓളം ലാപ്ടോപ്പുകളുണ്ട്. ടേബിൾ ആധുനിക രീതിയിൽ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചുമര് പോലെ നമുക്ക് കണ്ടറിയാൻ പറ്റും. സർക്കാർ സ്ഥാപനത്തിന്റെ ചുമരല്ല. സാധാരണ രീതിയിലുള്ള സംവിധാനങ്ങളെക്കാൾ ഉപരിയാണ് പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണല്ലേ ഏതാണ്ട് ആണ് ഇതിന്റെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മേയറുണ്ടായിരുന്നു. ഇത് ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ലാബിന്റെ ഇന്ന് അവധി ആയതുകൊണ്ടിട്ട് നമുക്ക് തുറന്ന് കാണാൻ കഴിയില്ല. പക്ഷെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ്. കാരണം ഞങ്ങള് ഇതിന്റെ ഉദ്ഘാടന സമയത്തൊക്കെ വന്ന് ഒത്തിരി വാർത്തകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. ഈ നമ്മളിപ്പോ പ്രസ്ഥാനത്തിലെല്ലാവരും പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന ഉബൈദ് ഷമീർ, പിന്നെ ആരോടൊന്ന് വിളിച്ചു പറഞ്ഞപ്പോ അതിനൊക്കെ പോലെ അന്വേഷിച്ച് വിവരങ്ങൾ അറിയിക്കാനുള്ള എല്ലാവരുടെ സഹകരണം കക്ഷി രാഷ്ട്രീയ അതീതമായിട്ട് എല്ലാവരും പിന്തുണ ലഭിച്ചിട്ടുള്ള കൗൺസിലാണ്. അത് തുടർന്ന് പറയുന്നത്. LP സ്കൂളും പിന്നെ LP സ്കൂൾ കംപ്ലീറ്റ് വൈറ്റ് പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് ഹയർ സെക്കൻഡറി പിന്നെ അത് ഹയർ സെക്കൻഡറി സ്കൂള് പൊളിച്ചു പണിയാനുള്ള സംവിധാനം. ഹൈസ്കൂള് ഫണ്ട് CSMനോട് പലവട്ടം ആവശ്യപ്പെട്ടതാണ്. CSM ചെയ്യേണ്ട ഒരു ഫണ്ട് ഇതായിരുന്നു. പക്ഷെ CSM ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഉൾപ്പെടുത്താത്തില്ല. അല്ലെങ്കിൽ ഹൈസ്കൂൾ നമുക്ക് പുതിയ ബിൽഡിങ് അപ്പൊ MLA സംസാരിച്ചപ്പോ നാർക്കോടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ആയിട്ടില്ല. പിന്നെ IB ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം. പുതിയൊരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിട്ട്. ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ ഇത് ഇപ്പൊ LP സ്കൂളിന് വേണ്ടിട്ട് LP കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു ചിൽഡ്രൻസ് പാരഡൈസ്, അതായത് കുട്ടികളുടെ സ്വർഗ്ഗം, കുട്ടികളുടെ ഒരു അതിന് നമ്മുടെ HMന്റെ ഒക്കെ ഭയങ്കര
നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ്. സുനിത സുനിത ടീച്ചറിനൊക്കെ എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ്. കാരണം വെച്ചാല് നല്ല ഇടപെടലെടുത്തുന്ന നല്ല ഒരു അധ്യാപികയാണ്. എന്ത് വിദ്യാലയത്തിന് എവിടുന്നെല്ലാം ഫണ്ട് കിട്ടാൻ പറ്റും അതെല്ലാം അതൊക്കെ വാങ്ങിച്ചെടുക്കാൻ പിടിക്കുകയാണ്. അതെ പിടിക്കുകയാണ്. അപ്പൊ എല്ലാ പുള്ളിക്കാരി അങ്ങനെയാണ്. ഏത് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴും ആ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഹൈസ്കൂളിൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, പഴയ കാലത്തെ ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു, പാമ്പും പ്രശ്നങ്ങളൊക്കെ. ആ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു മാറ്റി 4 കെട്ട് പോലുള്ള ഇപ്പൊ അവിടെ ടൈലിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് ഇരിക്കാനും ഭരണകൂടാരം സംവിധാനം ഒക്കെ സ്കൂളിന് വേണ്ടിയിട്ട് പുതിയ ബിൽഡിംഗ് പണിത് കൊടുത്തിട്ട് അവിടെ പിള്ളേർക്ക് അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ എന്തായാലും ഈ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം കാലത്ത് നടന്നില്ലെങ്കിലും നടക്കുമെന്ന് വിശ്വസിക്കാം നമുക്ക്. എല്ലാവർക്കും നല്ല രീതിയിൽ ടോയ്ലറ്റ്, എല്ലാ ബിൽഡിങ്ങും പെയിന്റ് അടിച്ച് വൃത്തിയാക്കി, ഓർച്ചകളില്ല. 90% ചെയ്യൽ കാര്യങ്ങൾ ഇവിടെ അതും ഈ വിദ്യാലയം അറിയാലോ, ഉള്ള സ്ഥലത്ത് പരിമിതിക്കുള്ളിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയത്. ഈ സാധാരണ രീതിയിൽ ഒരു കൗൺസിലർക്ക് സമയം, ഒരു കൗൺസിലർക്ക് 5 വർഷം എന്ന് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ 4 വർഷമേ ലഭിക്കാറുള്ളൂ. ആദ്യത്തെ വർഷം നേരത്തെ നടത്തിയ കൗൺസിലർമാര് ഫണ്ടൊക്കെ നേരത്തെ അപ്പൊ പിന്നെ അത് കഴിഞ്ഞു. പക്ഷേ താങ്കൾ ഏതാണ്ട് 90% വർക്കും ഇവിടെ പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. എനിക്ക് 2025-26 ഫണ്ട് വെള്ളക്കെട്ടിന്റെ വർക്ക് നടന്നിട്ടിരിക്കുന്നത്. ഈ മറ്റേ ഇതിന്റെ ഗതാഗതത്തിന്റെ വർക്ക് ഈ ആഴ്ച നമുക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പൊ 90% വർക്ക് പൂർണ്ണമാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അവിടെ പാർക്കുണ്ടല്ലോ കളിവീട് ഒരു പാർക്കിന്റെ അതേ മോഡല് വിദ്യാലയത്തിലെ കൊച്ചു കുട്ടികൾക്ക് കയറി വരുമ്പോൾ അവർക്ക് ആദ്യം കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി, അത് ഭയം എന്നുള്ളത് മാറ്റി ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സ്കൂളിനോട് അടുപ്പം തോന്നും. പുലിയുണ്ട്, ഇതൊക്കെ ഫസ്റ്റ് ടൈം നമ്മളെ വിദ്യാലയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയ. ഇതിനുശേഷമാണ് മറ്റു സ്കൂളുകളിൽ ഈ സംവിധാനം വന്നത് തന്നെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2025-26 വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറയുമ്പോ ഈ ഇനി പൂർത്തീകരിക്കാൻ കഴിയുമോ? ഇതിനുള്ളിൽ ഗതാഗതവും വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. മറ്റുള്ള വിദ്യാലയ പ്രവർത്തനങ്ങളുമായി കുറച്ച് വിഷയങ്ങൾ നമുക്ക് വിദ്യാലയത്തിന് പണ്ടൊക്കെ നമുക്ക് ടെൻഡർ നടപടിയൊക്കെ ആയിട്ട് വേണം. അത് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതുപോലെ ഈ എപ്പോഴെങ്കിലും ഈ 5 വർഷ കാലയളവില് മനസ്സിന് വിഷമം ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ജനപ്രതിനിധി എന്ന നിലയിൽ? ആദ്യഘട്ടങ്ങളിലൊക്കെ ചില ആളുകളുടെ ഇതുണ്ടായിരുന്നു, മനോഭാവത്തില് നമ്മളോടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാ വിശ്വാസത്തിലും എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ വിഭാഗങ്ങളും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തുല്യത ഉള്ളൊരു ഡിവിഷനാണ്. ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവങ്ങളെല്ലാം. തിരുമല ദേവസ്വം അമ്പലങ്ങളുണ്ട്, സ്കൂളുണ്ട്, അമ്പലങ്ങള്, പള്ളികള് എല്ലാം ഈ നമ്മുടെ ഡിവിഷനിൽ ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഉത്സവമായാലും പള്ളിയുടെ എന്തെങ്കിലും പരിപാടികളായാലും എല്ലാത്തിനും അവിടെ ആവശ്യങ്ങൾക്ക് അവർ ആവശ്യപ്പെടും, വിളിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റും, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സഹകരണം. ഇതല്ലാതെ വേറെ രാഷ്ട്രീയപരമായിട്ട് ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവം? രാഷ്ട്രീയപരമായിട്ട് പൊതുവേ ഇല്ല. പൊതുവെ നമ്മളെ ഡിവിഷനിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ സഹകരണം ആകെ ഉണ്ടായ വിഷമം വെച്ചാൽ നമ്മളിവിടെ റോഡ് CSM ബോർഡ് കൊണ്ടു നോക്കിയപ്പോൾ പേര് മാറ്റിയപ്പോൾ അവിടുത്തെ എന്ത് റോഡാണ്, ചർച്ച് റോഡ് ബോർഡ് കൊണ്ടു നോക്കി. എനിക്കറിയില്ല, ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിഷയമാണ്. അത് ഗൗഡ്സിൽ കൊടുത്തിട്ട് വലിയ ചർച്ച് റോഡ് പേര് വന്നത്. പക്ഷേ പിറ്റേന്ന് എനിക്കെതിരെ വേറൊരു രാഷ്ട്രീയ പാർട്ടി സമരം വെച്ചതും അനാവശ്യമായിട്ട് വേറെ ലെവലിലേക്ക് പോയി. നമ്മൾ ചെയ്തെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മളോട് അന്വേഷിക്കാൻ വരുന്നു, നമ്മളോട് അന്വേഷിച്ചില്ല. എങ്കിലും നമ്മളെ കാര്യങ്ങള് ബാക്കി ഇതില്ലാതെ ബാക്കി എല്ലാവരും നല്ല സഹകരണം എല്ലാ ഭാഗത്തും. ഇപ്പോഴും അവരൊക്കെ നല്ല റെസ്പോൺസ് നമ്മളോട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഡിവിഷൻ ഞാൻ പറയട്ടെ. 700ഓളം പേർക്ക് ഇന്നലെ 36 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് പുതിയതായിട്ട്. 700ഓളം പേർക്ക് ഈ 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ, വിവിധ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ. ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ താങ്കള്
അന്വേഷിച്ച് ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ട്. 60 നിങ്ങളുടെ വീട്ടിൽ 60 വയസ്സ് കഴിഞ്ഞവരുണ്ടോ? അന്വേഷിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. അത് അവർ കൊണ്ടേ കൊടുക്കണ്ട. എല്ലാം അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ അങ്ങനെ ഒരു കൗൺസിലർ സാധാരണ രീതിയിൽ ചെയ്യാറില്ല. കാരണം ഇപ്പൊ ഒരു വീട്ടിൽ ചെന്നിട്ട് പിന്നെ 60 വയസ്സുള്ളവരുണ്ടെങ്കിൽ പറയണം ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുക. സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിലറിന്റെ അടുത്ത് വന്നിട്ട് പെൻഷൻ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് അന്വേഷിച്ച് ചെല്ലുന്നു, അത് അതിനാവശ്യമായ നടപടികൾ ചെയ്യുന്നു. അപ്പൊ ഇത് ഒരു കൗൺസിലർ എന്ന നിലയില് ആത്മസംതൃപ്തി മുൻഗണന കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഈ 1600 രൂപ കിട്ടുന്നതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒരു മാസം ഭക്ഷണത്തിന് പറ്റിയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് അവർ മരുന്നിനുള്ള പൈസ പോലും ഇല്ലാത്ത വളരെ മോശം അവർക്ക് മാനസിക സംതൃപ്തി. അപ്പൊ ഇന്നലെ വണ്ടി നമുക്ക് കാണായിരുന്നു പെൻഷൻ വാങ്ങാൻ പറ്റുന്ന തിരക്ക് കാണായിരുന്നു. 523 പേർക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പെൻഷൻ വിതരണം ചെയ്തത്. ബാക്കിയുള്ളവർക്ക് 1200 പെൻഷൻ ഡിവിഷനിലുണ്ട്. 1200 പേർക്ക് പെൻഷൻ ഉണ്ട്. അതിൽ 520 പേർക്ക് ഇവിടെ നേരിട്ട് കൊടുക്കുന്നത്. അല്ല അതിനകത്ത് 1200 പിന്നെ 200 പേര് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനാഫ് കൗൺസിലറായി വന്നതിന് ശേഷം ആയിട്ടുള്ള വേറെ സത്യം കൂടി പറയാം. മറ്റുള്ള ഡിവിഷൻ പോലെ എന്റെ ഡിവിഷനിലെ പഴയ അഡ്രസ് വെച്ച് പെൻഷൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. നമ്മളുടെ ഇത് അറിഞ്ഞിട്ട് അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മളെ ഡിവിഷനിൽ അഡ്രസ് ആധാർ കാർഡ് നമ്മളെ അഡ്രസ് ഡിവിഷനിലായിരിക്കും. ഡിവിഷനിലായിരിക്കും. അപ്പൊ അങ്ങനെ പോലെ നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അതൊക്കെ തന്നെ ബാക്കിയുണ്ടാവും. അതൊക്കെ ശരിയാണ്. അതുപോലെ ഈ തൊഴില് സ്വന്തമായി ഒരു ബിസിനസ് തൊഴിലോ എടുത്ത് മുന്നോട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കൗൺസിലർ ആയതിനു ശേഷം താങ്കളുടെ വരുമാനം സ്വാഭാവികമായിട്ട് നമ്മുടെ വരുമാനത്തിൽ ഒരു സിംഹഭാഗം നമ്മുടെ വീട്ടിലേക്കാണ് ഉപയോഗിക്കുകയാണ്. നമ്മുടെ വരുമാനം നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന കാശിന്റെ ഒരു സിംഹഭാഗം നമ്മള്. പക്ഷേ കൗൺസിലർ ആയതിനു ശേഷം വീട്ടിലെ കുറെ കാര്യങ്ങള് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം അനുഭവിക്കുന്ന വ്യക്തിയാണ്. കാരണം താങ്കളുടെ പല ബാങ്ക് പണയം അല്ലെങ്കിൽ മനാഫ് എടുത്തിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മാനസിക സംതൃപ്തി ഉണ്ട് തീർച്ചയായിട്ടും. വീട്ടില് വൈഫാണ് എനിക്ക് എന്നെക്കാട്ടി കൂടുതൽ കാരണം ഞാൻ ചില സമയത്തൊക്കെ വയലുണ്ടാവും. ചില ഫോൺ കോൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് രണ്ടാമത് വിളിക്കുമ്പോൾ ചിലപ്പോൾ മാനസികാവസ്ഥ ചില സമയത്തൊക്കെ ആ സമയത്ത് വൈഫ് പറയും നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടേ അവരോടൊക്കെ വെച്ച് കൂടെ കാര്യം പറഞ്ഞു കൊടുത്താൽ പോലെ എന്നൊക്കെ വൈഫ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവരും മനുഷ്യനാണല്ലോ, എപ്പോഴും ഒരു സ്വഭാവമായിരിക്കില്ല. നമ്മുടെ ഈ ഒരു ജീവിതം ഇത് മാത്രമല്ലല്ലോ, നമ്മളൊരു വരുമാനം അല്ലെ ജീവിതം ഇതല്ലല്ലോ. അപ്പൊ ചിലപ്പോ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നത്തിലേക്ക് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത ആള് വീണ്ടും അതിനുശേഷം ഇപ്പൊ വൈഫ് ഇത് പറഞ്ഞതിന് ശേഷം അവര് തിരിച്ചു വിളിക്കാറുണ്ടോ? വിളിച്ചിട്ട് തിരിച്ചു വിളിക്കും, കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ ചെയ്യും. ആരായാലും ഇന്നേ വരെ ഫോൺ ഓഫ് ചെയ്തിട്ടില്ല. ഈ 5 വർഷക്കാലം ഫോൺ ഓഫ് ചെയ്തിട്ടില്ല. ആരിപ്പോ ഈ ഉറങ്ങാൻ പോലും കിടന്നപ്പോൾ ഫോൺ ഓഫ് ചെയ്യാറില്ല. അല്ല അതുണ്ടായില്ല. കാരണം താങ്കള് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും താങ്കളുടെ ഫോൺ സജീവമായിട്ടുണ്ടെങ്കിൽ സംസാരിക്കില്ല, വാട്സാപ്പ് പരമാവധി കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞു വന്നപ്പോ ഐസിയുവിൽ കിടന്നാലും നിങ്ങൾ ഈ ഫോൺ മാറ്റൂലല്ലേ? ആളുകൾക്ക് ആവശ്യമുണ്ടല്ലോ, ആവശ്യം ഏത് പാതിരൊക്കെ വിളിക്കാന്ന് പറയില്ല. അത് നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ വിളിക്കുന്നത്. ഏത് പാതിര 3 മണിക്ക് 4 മണിക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നാൽ ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അവര് മരണാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മള് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കോവിഡ് കാലത്ത്. ആ സമയത്ത് നമ്മൾ വരുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് ABCD പഠിക്കാൻ പോലും സമയം കിട്ടില്ല. അതിന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് എനിക്ക് ഏറ്റവും സംതൃപ്തി കാലഘട്ടമാണ്. എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞു. അവർ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റും. അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മള് അതുപോലെ തന്നെ താങ്കള് ഈ ഡിവിഷൻ ഒരു ഇടതുപക്ഷ
മാറ്റത്തിന്റെ ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിലാണല്ലോ അതെ. കാണുന്നത്. പൊതുവില് ഇടതുപക്ഷമാണ് ഇവിടുന്ന് പലപ്പോഴും ജയിച്ചു. അപൂർവമായിട്ട് മാത്രമാണ് UDF ജയിച്ചിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും താങ്കൾ വരുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ ഇടതുപക്ഷം സ്വാഭാവികമായിട്ട് അവിടെ ഒരു താങ്കൾ ഇവിടെ മത്സരിക്കുമ്പോൾ താങ്കൾക്ക് പിന്നെ താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിച്ചു വരുമെന്ന്? എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. ബന്ധങ്ങൾ വെച്ചാൽ മണ്ഡലം പ്രസിഡന്റ് പൊതുപ്രവർത്തനത്തിന്റെ ബന്ധമല്ല. എന്റെ ഈ ഡിവിഷനിൽ എല്ലായിടത്തും താമസിച്ചിട്ടുണ്ട്. സാധാരണക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് വീടില്ലാത്തതിന് വലിയ വാടക പണത്തിന് മാറി ചെറുപ്പം പോലും താമസിച്ചിട്ട് ഇപ്പൊ അതിയാടെ പോയാലും വടക്കപ്പുറം പോയാലും ഈ കരിപ്പാലായാലും അവിടെയൊക്കെ താമസിച്ചിട്ട് ആ പരിസരമായിട്ടുള്ള നല്ലൊരു ബന്ധം എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബന്ധം വെച്ചാൽ എനിക്ക് നല്ലൊരു പൊതു സമൂഹമായിട്ട് നല്ലൊരു ഇടപെടലുണ്ടായിട്ടുണ്ട്. പിന്നെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ആ ഒരു പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു ഗുണം കിട്ടി അല്ലേ? എല്ലാവരും വന്നിട്ടുണ്ടോ? പണിക്കാരെല്ലാം വന്നിട്ടുണ്ടാ? നമ്മളെ മാലിന്യ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മളെ ഇവിടെ വരുമ്പോള് ഈ നമ്മ കോവിഡ് കഴിഞ്ഞപ്പോ അടുത്ത പ്രതിസന്ധി മാലിന്യം. നമ്മൾ ഈ റോഡ് മുതൽ റോഡിന്റെ അവിടെ കരിപ്പാലം എല്ലാ ഭാഗത്തും മാലിന്യം, സ്കൂളിൽ പരിസരം വരെ മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പൂർണ്ണമായിട്ടില്ല. ഇന്നിപ്പോ ഡിവിഷനിൽ എവിടെ പോയാലും മാലിന്യ കുമ്പാരം കാണില്ല. മാലിന്യ കുമ്പാരമില്ല. അതിന് ഹരിത കർമ്മസേന, മറ്റേ തൊഴിലാളികൾ, ഹെൽത്ത് ഭാഗത്ത് എല്ലാ പിന്തുണ നൽകി പരിപൂർണമായിട്ടും ഡിവിഷനിൽ ഒരു സ്ഥലത്തും ഇല്ല. ഇത് കുറെ നാളായിട്ട് ഇല്ലാത്ത സംഭവം. മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അത് ഒരു പ്രയാസപ്പെട്ട ഒരു കാര്യം. മാലിന്യ പ്രശ്നം അതിന് നമുക്ക് പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റുന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ആളുകൾ രാത്രിയോടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ആളുകൾ ആ മനോഭാവം മാറ്റിയാൽ മാത്രമേ ഇനിയിപ്പോ പതുക്കെ മാറുള്ളൂ. കാരണം പെട്ടെന്ന് നമ്മുടെ ആളുകളുടെ സ്വഭാവം മാറ്റുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഈ റസാഖൊക്കെ വലിയ രീതിയിൽ പണിയെടുക്കുന്ന പോകുമ്പോ കാണാറുണ്ട്. അപ്പൊ ഈ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരുടെയും ജോലി ഏകദേശം അല്ലെ ഒതുക്കി. 13 റസാഖെ 12 പേര് ഹരിത കർമ്മസേനാംഗങ്ങളുണ്ട്. ഈ 10-12 തൊഴിലാളികളുണ്ട്. മറ്റേ DLR തൊഴിലാളികളുണ്ട്. അപ്പൊ അവർ വെച്ചിട്ട് എല്ലാ ദിവസവും ഓരോ വർക്കുകൾ നമ്മൾ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. രാവിലെ തന്നെ വന്നിട്ട് താങ്കളുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് കരിപ്പാലം മൈതാനമുണ്ട്. പിന്നെ നമുക്ക് ആ ബിഗ് ബെൻ ഹൗസ് ഒക്കെ ഒന്ന് കാണണം. ഈ വളരെ ശോചനീയാവസ്ഥയിലായിരുന്ന റോഡുകളായിരുന്നു. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന റോഡാണ് ഇതിപ്പോ 2 വർഷമായിട്ട് വെള്ളക്കെട്ടില്ല. നിന്ന് പെയ്താൽ മാത്രം കുറച്ച് 5-10 തോടടുത്തായതുകൊണ്ട് ഒഴുക്കിന്റെ നമുക്ക് 5-6 ഡിവിഷൻ മറ്റെല്ലാ ഡിവിഷനും ഈ ഇന്ത്യ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രമേ. ഇപ്പൊ വെള്ളക്കെട്ടില്ല എന്നുള്ളത് ഈ ഇടവഴിയൊക്കെ വെള്ളത്തിന് മുങ്ങി കിടക്കുന്ന ഇടവഴികളായിരുന്നു. ഇതൊക്കെ കംപ്ലീറ്റ് പൊക്കി കയ്യിലിട്ട് എല്ലാ സംവിധാനം ചെയ്തു. അതുപോലെ ഈ റോഡുകൾ ഇപ്പൊ ഇല്ല. വെള്ളക്കെട്ടിന്റെ 99% ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ഡിവിഷനിൽ മാറി. വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. പ്രധാന റോഡുകൾ വരെ വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. ആ റോഡുകളൊക്കെ ഇപ്പൊ BMBC ഒരു ചെയ്ത് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കുറെ നാളത്തേക്ക് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ട. ആ ഭാഗത്താണ് നല്ല റോഡ് പണിയായിട്ട് ഇനി വരുന്ന ആൾക്കും വലിയ പ്രയാസങ്ങൾ പെട്ടെന്ന് അതിലേക്ക് കടക്കണ്ട. അതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ കരിപ്പാലം മൈതാനം നവീകരണം എങ്ങനെയായിരുന്നു? കരിപ്പാലം നവീകരണം വരുന്നതിന് മുമ്പ് 1 കോടി രൂപ മുടക്കി നമ്മളെ MLA പ്രസന്റേഷനും KGMX കാലഘട്ടത്തിൽ ആ സമയത്ത് വർക്ക് നടന്നു. ഇപ്പൊ ഈ CSML ഫണ്ട് കുറച്ച് ഉപയോഗിച്ച് അവിടെ കുറച്ചുകൂടി മനോഹരമാക്കി ഓപ്പൺ ജിം കളിക്കാർക്കുള്ള സൗകര്യം അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ജിം ഈ പ്രദേശത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു സംവിധാനമാണ്. കാരണം സാധാരണ നമ്മുടെ ഒരു സ്ഥലപരിമിതി, സ്ഥലപരിമിതിയൊക്കെ ഉള്ള ഒരു ഡിവിഷനില് ഓപ്പൺ ജിം ഒക്കെ അത്യാവശ്യമാണ്. രാവിലെ വൈകിട്ടൊക്കെ ആളുകൾ വന്ന് അത് ഉപയോഗിക്കുന്നുണ്ട്. മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മെയിൻ്റെനൻസ് വർക്ക് നടത്തിക്കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. എല്ലാം നമുക്ക് നിർമ്മിക്കാൻ കഴിയും, ചെയ്യാൻ പറ്റും. പക്ഷെ അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിന്റെ ഒരു പോരായ്മയാണ്. പിന്നെ അതിനുള്ള ഒരു ഫണ്ട് വേണം. അതെന്തായാലും
വോളിബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട് എല്ലാം അവിടെ ഉപയോഗിക്കാൻ പറ്റും. നല്ല കല്ലുകൾ വാങ്ങിയിട്ടാണ്, വ്യത്യസ്തമായ കല്ലുകൾ വാങ്ങിയിട്ടാണ് ചെയ്തത്. ഇവിടെ കളിക്കാറുണ്ടല്ലേ? കളിക്കാറുണ്ട്. ഇവിടെ രാവിലെയും വൈകിട്ടും നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. പിള്ളേരായാലും നമ്മളെ ഈ പ്രദേശത്ത് ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ, വീട്ടിന്റെ മുറ്റത്തിൽ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിള്ളേരെ അവിടെ കളിക്കും. വോളിബോൾ കോർട്ടും ടെന്നീസ് കോർട്ടും അപ്പുറം ഓപ്പൺ ജിമ്മ്, പൊതു സമ്മേളനങ്ങൾ നടത്താൻ ഇത് ഈ പ്രാവശ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നെറ്റ് കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടി. ഒരു നേരത്തെ രാത്രി കഴിഞ്ഞിട്ടുണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല. ഇപ്പൊ സ്ഥിരമായിട്ട് ലൈറ്റുകൾ കത്തിക്കാൻ ഇപ്പൊ സ്ഥാപിച്ചതല്ലേ? ഇപ്പൊ സ്ഥാപിച്ചാണ്. പുതിയ ഇത് LED ഇതല്ല സൈബാസ്. അപ്പൊ അതിന്റെ ടെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചമുണ്ട്, ആവശ്യത്തിന് വെളിച്ചമുണ്ട്. പിന്നെ ഇപ്പോഴും ചില സാമൂഹിക രോഗികളുടെ ശല്യം ഇവിടെ ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും പരിസരവാസികൾ സഹകരിച്ചാൽ നടക്കുള്ളൂ. അതെ അതെ. അതെ, ഇത് ഓപ്പൺ ജിമ്മ് രാവിലെ വൈകുന്നേരവും ഇത് ഉപയോഗിക്കാറുണ്ട് അല്ലേ? രാവിലെ പോയിട്ട് സ്ത്രീകളടക്കം ഇപ്പൊ കഴിഞ്ഞ 2 മാസം സൈക്കിൾ പരിശീലനം സ്ത്രീകൾക്ക് സൈക്കിൾ പരിശീലനം കൊടുത്തു. ഇവിടെ വെച്ചിട്ടുണ്ട് സൈക്കിൾ പരിശീലനം കൊടുത്തത്. ഇത് അത് അബ്ദുൽ കലാം ആസാദിന്റെ പേരുള്ള ഒരു ഗ്രൗണ്ടാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള ചരിത്രം. എന്തായാലും പൊതുയോഗങ്ങളൊക്കെ നടത്താൻ കുറേയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരു പൊതുയോഗം നടത്തുക എന്നുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ക്യാമറ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ശല്യങ്ങൾ കുറഞ്ഞ് തുടർന്ന് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പരമാവധി സമയത്താണ് എനിക്ക് തോന്നുന്നു താങ്കൾ കൗൺസിലർ ആയതിന് ശേഷമാണോ മുമ്പാണോ ബിഗ് ബെൻ ഹൗസിന്റെ പ്രശ്നം? ബിഗ് ബെൻ ഹൗസ് കൗൺസിലർ ആയതിനു ശേഷം തകർച്ച ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം 6 കുടുംബം 1.5-2 വർഷക്കാലം കമ്മ്യൂണിറ്റികളെ പോയി നമുക്ക് വീട്ടിൽ കിടന്ന് തുടങ്ങാൻ പറ്റില്ല. കാരണം എന്നെ ഏതൊരു പാതിരാ വിളിച്ചത് അവർ വിളിച്ച ഫോൺ കൊടുക്കും, അവർ സംസാരിക്കും. കാരണം വെച്ചാലേ ഈ നമ്മള് സുഖമായിട്ട് കിടന്ന് തുടങ്ങുന്നത് അവര് കമ്മ്യൂണിറ്റികളിൽ പൊതു സ്ഥലത്ത് ഇപ്പൊ ഏറ്റവും തിരക്കേറിയ എല്ലാവരും കൂടി ഇടകലർന്ന് കിടക്കുന്ന ഒരു ഫാമിലിയുടെ കൊച്ചു കുട്ടികളടക്കം മുതിർന്നവരും പ്രായത്തിലും എല്ലാവരും കിടക്കുന്ന സ്ഥാപനം നമുക്കൊരു സമാധാനക്കേടാണ്. ഏത് പാതിരാക്കി വിളിച്ച് അവര് ശല്യം അവിടെ ശല്യം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ ഒരു പ്രശ്നം വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. പലതരത്തിലും സർക്കാർ തലത്തിലായാലും ഏത് വഴിക്ക് നോക്കിയിട്ടും വഖഫായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഈ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് CSML ഇതേ വാദം ഉന്നയിച്ചു. CSML ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം CSML കൊച്ചിക്ക് വേണ്ടി അനുവദിച്ച് ഭവന നിർമ്മാണത്തിന് അനുവദിച്ച ഒരുപാട് തുക വക മാറ്റിയിട്ട് ഇന്ന് പലയിടത്തും ചെലവാക്കിയിട്ടുണ്ട്. പാർക്കും കമ്മിറ്റികളൊന്നും നമുക്ക് വലുത് സാധാരണ അടിസ്ഥാന ആവശ്യമുള്ളൂ. അത് വളരെ വിഷമുണ്ടാക്കി മുഖ്യമന്ത്രിക്ക് ലെറ്റർ അയച്ചാണ്. അപ്പൊ ചെലവാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് തിരിച്ചയച്ചു. ആ പ്രശ്നത്തിനൊരു പരിഹാരം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വളരെയധികം സഹായിച്ചു. അതായത് താങ്കളായാലും രജിസ്ട്രായാലും ചെമ്മീനോളത്തായാലും നമ്മളെ ഏറ്റവും വലിയ അദ്ദേഹത്തെ പഠിച്ചു അനുഗ്രഹിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുള്ളൂ. കാരണം ഒരു 6 കുടുംബത്തെ കയറ്റിക്കിടത്താൻ വേണ്ടി അദ്ദേഹം സ്വയം മുന്നോട്ട് വന്ന് അതിന്റെ വർക്ക് ഏറ്റെടുത്ത്. അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു ആ സമയത്ത്. അതെ ബോധ്യപ്പെട്ടപ്പോഴാണ് പുള്ളി ആ സ്പോട്ട് നൗഷാഖ സ്പോട്ട് വന്ന് കണ്ട് ഗ്രൂപ്പിന്റെ ചെയർമാൻ നൗഷാഖ സ്പോട്ട് വന്ന് കണ്ട് അതിന് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ കല്ലിടലും ബാക്കിയുള്ള ചടങ്ങുകളും തുടങ്ങി. ഏതാണ്ട് 8 മാസത്തിനുള്ളിൽ അതിന്റെ ബാക്കി എല്ലാ പരിപാടികളും നമുക്ക് ഇപ്പൊ സന്തോഷത്തോടുകൂടി ആ കുടുംബം കഴിയുന്നുണ്ട്. നമുക്ക് അവരൊന്നും പിന്നെ ഈ അതും ഒരു വെല്ലുവിളി തന്നെയല്ലേ? പിന്നെ ഏറ്റവും വെല്ലുവിളി എന്റെ ഡിവിഷനിൽ 6 കുടുംബത്തിന്റെ വിഷയം ബിഗ് ബെൻ ഹൗസിൽ 6 കുടുംബം. അതുകൂടാതെ നമ്മളിപ്പോ IBയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അധികാരവളപ്പില് 80 വയസ്സുള്ള ചിത്താക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും. നമുക്കറിയാവുന്ന ഭവനില്ലാത്തതിന്റെ വേദന നമുക്ക് അറിയാവുന്ന ലൈഫ് പദ്ധതിയിൽ അത് കറക്റ്റ് 27ഓളം പേർക്ക് നമുക്ക് ഭൂമി കാണിച്ചു കൊടുക്കാൻ പറ്റിയാണ്. ഇന്ന് നമ്മുടെ അയൽക്കൂട്ടത്തിന് ഭൂമിയുടെ രജിസ്ട്രേഷൻ ആയിരുന്നു. ലിസ്റ്റ് പേരധികം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാൻ തയ്യാറല്ല ആൾക്കാർ. ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഭൂമി കിട്ടും,
ഇവിടെ ആയിരിക്കില്ല, കൊച്ചി കിട്ടൂല. അത് വേറെ എവിടെ സംവിധാനം ചെയ്ത് കൊടുക്കും. മൂവി എവിടെയെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. പക്ഷെ അതിന് ബുദ്ധിമുട്ടാൻ ഒരുപാട് ആൾക്കാർ തയ്യാറല്ല. പിന്നെ തയ്യാറായ ആൾക്കാർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. പിന്നെ ആളുകൾക്ക് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവനവൻ ജീവിക്കുന്ന നാട്ടിൽ തന്നെ കിട്ടണം ഒരു മനോഭാവമുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. 20ഓളം പേർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്, നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഭൂമി അല്ലാതെ പിന്നെ വീട് നന്നാക്കുന്നതിനും മറ്റും പണം മറ്റും PMAY പദ്ധതി പ്രകാരം 100 ചില്ലാനം പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 100 ചില്ലാനം പേർക്ക് ഡിവിഷനിൽ ഞങ്ങൾ വന്ന് 5 വർഷക്കാലം ആണല്ലേ, 5 വർഷക്കാലം 100 ചില്ലാനം പേർക്ക് PMAY പദ്ധതി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അവസ്ഥ ഇത് നേരത്തെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടമായിരുന്നു. മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അവരെ അവരെ മാറ്റി താമസിപ്പിക്കുകയും ഏതാണ്ട് 6 വർഷത്തോളം കണ്ടും അവര് 2 വർഷക്കാലം അവര് കമ്മ്യൂണിറ്റികളിൽ താമസിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കൗൺസിലർ നിലയിൽ താങ്കള് പല വഴികളും അന്വേഷിച്ചെങ്കിലും എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഗ്രൂപ്പിന്റെ ചെയർമാൻ പോയി കാണുകയും അതാണ് ഒറ്റക്കല്ല, നിങ്ങളുടെ സഹകരണം സലാമിന്റെ രജീഷിന്റെ ഷബീറിന്റെ ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു അവസ്ഥ. അവർ കൂടിയുള്ള സഹകരണം കൊണ്ട് നമുക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റിയത്. നല്ല പുണ്യമായ ഒരു പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്തത്. അവർ വിളിക്കാം ഉമ്മ എന്തേ പെച്ചമാക്കിയാ? അതെ, അക്കൗണ്ട് ബുക്ക് ഇല്ലേ? അക്കൗണ്ട് ബുക്ക് അക്കൗണ്ട് ക്ലിയർ ചെയ്യണം. അക്കൗണ്ട് ക്ലിയർ ചെയ്യണം കേട്ടാ. എന്നാലും 200 രൂപ കിട്ടും. അപ്പോൾ ഓഫീസിലേക്ക് വന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ശരി ശരി. ഹലോ, വൈകിട്ട് വന്നാൽ കേട്ടോ. എനിക്കറിയാലോ, പറഞ്ഞു പറ്റത്. ചെയ്യാം, നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് കേട്ടാ. അതൊക്കെ ഇപ്പൊ 200 രൂപ സർക്കാരിന് കുറച്ചാ വന്നത്. 200 രൂപ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക്, ആധാറായിട്ട് ലിങ്ക് ഉള്ളവർക്ക് അതിലേക്ക് അയച്ചു കൊടുക്കും. ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും. പക്ഷെ ഇവരെപ്പോഴുള്ളവർക്ക് ബാങ്കിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുള്ള പഴയ അക്കൗണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അക്കൗണ്ട് ആയിരിക്കും. ആ ഒരു പ്രശ്നം വളരെ വളരെയധികം ഇഷ്യൂ ആയിട്ട് നോക്കണേ. 19ഓളം പേര് കിട്ടിയല്ലേ 200 രൂപ കുറച്ച് കിട്ടിയത്. ഹലോ, വൈകിട്ട് ആരുമില്ലേ? ചോറിന്നാ നീ ചോറിന്നാ? ചോറ് കറിയാണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ ചോറ് സ്പോർട്സിന് അഡ്മിഷനുള്ള ആളുകൾക്ക് കൊടുക്കുക. അതെ, പോയിക്കോട്ടെ എന്നാല്. വയോമിത്രം ഒരു പദ്ധതി ഉണ്ട് 65 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്. അതായത് ഫസ്റ്റ് ടൈം 100ഓളം പേർക്ക് അങ്ങ് മരുന്ന് വിതരണം നടത്തിയിരുന്നത്. ഇപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രം വന്നതിന് ശേഷം അത് കുറഞ്ഞ് 20-25 പേരായി. എല്ലാ മാസവും ഡോക്ടർ വന്ന് പരിശോധിച്ച് അവർക്ക് വേണ്ട മരുന്ന് ഇപ്പോൾ അടിസ്ഥാന മരുന്നുകൾ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതപ്പോൾ വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കട്ടൽ കൊടുത്തൊരു ഡിവിഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈമിന് 2 വർഷം കട്ടല കൊടുത്തിരുന്നത്. അന്ന് കട്ടൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർക്കുള്ള ഉപകരണങ്ങൾ, വാക്കി സ്റ്റിക്ക്, പിന്നെ വീൽ ചെയർ, ഹെഡ്ഫോൺ, ഇയർഫോണ്, അങ്ങനെ കുറേ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റിയ ഘട്ടത്തിൽ. പിന്നെ അവരിപ്പോൾ നമുക്കൊരു വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട്. അവിടെ അതിപ്പോൾ ആയിരിക്കുന്ന ഓഫീസ് അവർക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം ഉടനെ തുടങ്ങാനുള്ള സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തൊഴിൽ പരിശീലന കേന്ദ്രവും ഹോമിയോ ഡിസ്പെൻസറിയുടെ മുകളിലായിട്ട് ഒരു തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ വർക്കും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ കാലാവധി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിവിഷൻ വനിതാ സംവരണമായി മാറുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്, പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾക്ക് തുടർച്ച ഉണ്ടാവില്ല. തുടർച്ചയോടെ ചെയ്യാൻ പറ്റിയ ആളുകൾ വരണമെന്നുള്ള ആഗ്രഹം. നമ്മളെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റും. അവരാഗ്രഹമാണ്. പാർട്ടി ആരെ തീരുമാനിച്ചാലും അവരെ പിന്തുണക്കും, അവരെ ഇനിയിപ്പോ വനിതാ സംവരണം അല്ല, ജനറലായി വന്നാൽ പാർട്ടി ഒരു അവസരം തന്നാല് ചോദിക്കും. പാർട്ടിയുടെ അവസരം ഒരിക്കൽ കൂടി മത്സരിക്കും. ഇനിയിപ്പോ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് ഇപ്പൊ കൗൺസിലർ അല്ലെങ്കിൽ താങ്കളുടെ സജീവ സാന്നിധ്യം ഉണ്ടാവും. രാഷ്ട്രീയത്തിനെക്കാട്ടും ഉപരിയായിട്ട് പൊതുസമൂഹത്തിനോടുള്ള ബാധ്യത തീർക്കാനുള്ള ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഈ അനുഭവങ്ങൾ തന്നെ നമുക്ക് നല്ലൊരു
ഇതാണ് തന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു ഇപ്പം കണ്ട നമ്മൾ പറഞ്ഞത്. അപ്പൊ അതൊക്കെ തന്നെ നമുക്കൊരു അനുഭവം. അവിടെ ചെന്നാലും പ്രാർത്ഥന നമ്മൾ നിലനിൽപ്പും കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ കാര്യത്തെയും ഇപ്പൊ രാഷ്ട്രീയത്തെക്കാട്ടും ഉപരിയായിട്ട് പൊതുസംഘടനകൾ ഒരുപാട് കാലം കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സംഘടനകൾ ഞാൻ ചോദിക്കുന്നത് പൊതു രാഷ്ട്രീയത്തിലും താങ്കളുടെ സജീവത പരമാവധി ഉണ്ടാവും. എങ്കിലും നമുക്ക് പൊതുസമൂഹത്തിലുള്ള ബാധ്യതക്കാർക്ക് ഏറ്റവും മുൻഗണന കൊടുക്കുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലം നമ്മളൊക്കെ ഇപ്പൊ 14 വയസ്സായി ആർക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും നമ്മൾ ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുവഴി മുന്നോട്ട് പോകാൻ താല്പര്യം. അപ്പൊ ഇത്രയും വർഷം, ഒരു 5 വർഷം ഈ ഡിവിഷന് വേണ്ടി നന്നായി പ്രവർത്തിച്ചു എന്നാണ് എഴുതാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ജനപ്രതിനിധിയും അത്തരത്തിൽ പോട്ടെ എന്ന് ആണ്. താങ്കൾക്കും ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കാൻ, അതായത് ഇനിയും തുടർന്നും പ്രതിനിധീകരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് ഭക്ഷണത്തിന്